ഹലോ കൂട്ടുകാരെ, DSP ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ധാവണിയുടെ പാവാട ആണ് സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബ്ലൗസ് സ്റ്റിച്ചിങ് അടുത്ത വീഡിയോയിൽ ഇടാം. വീഡിയോ ലെങ്തായി പോകുന്നുണ്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതുപോലെ പാവാട 4 ഭാഗത്ത് മടക്കി വെച്ചിട്ടുണ്ട്. ഒരു ഭാഗം 54 ഇഞ്ച് വീതിയാണ് എടുത്തിട്ടുള്ളത്. ഇത് 2 പീസ്, ഒരു പീസ് തന്നെ 2 മടക്കാക്കിയിട്ട് കേട്ടോ. അപ്പം നമുക്ക് ഫസ്റ്റിൽ പാവാടയുടെ ഓപ്പൺ ഭാഗമില്ലേ, ആ ഭാഗത്ത് സൈഡ് ഭാഗം 2 ഭാഗം മടക്കി അടിച്ചു കൊടുക്കാം. ഓപ്പൺ വേണ്ടാത്ത വരെ മാത്രം കേട്ടോ. ഇതുപോലെ മടക്കി അടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ബാൻഡ്, മുകളിലത്തെ ബാൻഡ് 17 ഇഞ്ചാണ് എടുക്കുന്നത്. അപ്പോൾ ആ 17 ഇഞ്ച് വെച്ചിട്ട് ബാക്കിയുള്ള ഭാഗം ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. നമുക്ക് മടക്കി വെക്കാനുള്ളതാണ്. ഇത് 4 മടക്കിയിട്ട് ഇവിടെ നമുക്ക് പോയിന്റ് ഇട്ട് കൊടുക്കാം. ഓരോ ഭാഗത്തും പ്ലീറ്റ് എടുക്കുമ്പോൾ കറക്റ്റായിട്ട് വരണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമുക്കിവിടെ നമ്മൾ പോയിന്റ് ഇട്ട് കൊടുത്തെടുക്കുന്നത് മാത്രം ഫസ്റ്റിൽ തുടങ്ങാം. ഈ മടക്കി അടിച്ച ഭാഗം നല്ല ഭാഗമാക്കി വെച്ചിട്ട് തുടങ്ങാം. വലിയ പ്ലേറ്റ് അല്ല ഇട്ട് കൊടുക്കുന്നത്, ഒരു ഏകദേശം 1 ഇഞ്ച് 1.25 ഇഞ്ച് വീതിക്കുള്ള പ്ലേറ്റാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അത് നല്ല ഭംഗി ഉണ്ടാവും ഇങ്ങനത്തെ പ്ലേറ്റ് ഇട്ട് കൊടുത്തിട്ടാകുമ്പോൾ. ധാവണിയുടെ പാവാട സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ടൈലറിങ് അറിയാത്തവർക്കായാലും മിഷൻ ചവിട്ടാൻ അറിഞ്ഞാൽ മാത്രം മതി കേട്ടോ. ഈ പാവാട സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യൽ അറിയാത്തവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് ഇതുപോലെ പ്ലീറ്റ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഈ ബാൻഡ് ഭാഗം ഇതേപോലെ ഉള്ളിലേക്കാക്കി വെച്ചിട്ട് മടക്കിയിട്ട് ഇപ്പുറത്തേക്ക് തിരിച്ചടിച്ചു കൊടുക്കാം. ഇത് നമുക്ക് പതിച്ചടിച്ചു കൊടുക്കാം. ഇതുപോലെ പതിച്ചടിച്ചു കൊടുക്കാം. പാവാട 5 മിനിറ്റ് കൊണ്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി നമുക്ക് ഇവിടെ തന്നെ ഒരു 1/2 ഇഞ്ച് വീതിക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ഒരു സ്റ്റിച്ച് കൊടുക്കാം. ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് മുകളിലത്തെ ഭാഗം നന്നായി നിൽക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ ഫസ്റ്റിൽ അടിച്ച നാടയില്ലേ, അത് ഇതിൻ്റെ ഉള്ളിലേക്ക് കൂടി കോർത്തിട്ട് കൊടുക്കുകയാണ് ചെയ്യുക കേട്ടോ. ഇനി നമുക്കിത് ജോയിൻ ചെയ്ത് കൊടുക്കാം. 2 സൈഡ് ഭാഗം ഒന്നിച്ച് വെച്ചിട്ട് സൈഡ് ഭാഗം ജോയിൻ ചെയ്ത് കൊടുക്കാം. പാവാടയ്ക്ക് ഇത്രേ സ്റ്റിച്ചിങ് ഉള്ളൂ കേട്ടോ. ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എല്ലാവർക്കും എളുപ്പത്തിൽ മനസ്സിലാവും. ഇതാണ് പാവാടയുടെ ഫൈനൽ ലുക്ക്, കണ്ടില്ലേ? ഇനി ഇതിൻ്റെ നടുക്ക് നാടയും കൂടി കോർത്തിട്ട് കൊടുത്തിട്ടാകുമ്പോൾ അടിപൊളിയായിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നോക്കിയേ, നല്ല ഭംഗിയില്ലേ? ഇതാണ് ഫൈനൽ ലുക്ക്, കണ്ടില്ലേ? എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കേ.